പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ നാളെ തുടങ്ങുന്ന പേപ്പൽ കോൺക്ലേവിന് മുന്നോടിയായി നിർണായകമായ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും രഹസ്യ സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പസ്തോലിക് കൊട്ടാരത്തിലെ പൗളിൻ ചാപ്പലിൽ നടന്ന ചടങ്ങിലായിരുന്നു രഹസ്യ സത്യപ്രതിജ്ഞ. 1996 ഫെബ്രുവരി 22 പോപ്പ് ജോൺ പോൾ രണ്ടാമൻ പ്രഖ്യാപിച്ച അപ്പസ്തോലിക് ഭരണഘടനയായ യൂണിവേഴ്സി ഡൊമിനിക്കി ഗ്രിഗീസ് അനുസരിച്ചുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് സത്യപ്രതിജ്ഞ നടന്നത്. കാമർലംഗോ കർദിനാൾ കെവിൻ ജോസഫ് ഫാരൽ ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞ 3 കർദിനാൾ സഹായികളും അംഗീകാരം ലഭിച്ച കോൺക്ലേവിലെ ജീവനക്കാരും വൈദികരും അൽമായരും ഏറ്റുചൊല്ലി. കർദിനാൾ കോളേജിന്റെ സെക്രട്ടറി, പൊന്തിഫിക്കൽ ആരാധനക്രമങ്ങളുടെ ചുമതലയുള്ള മാസ്റ്റർ, പേപ്പൽ ചടങ്ങുകളുടെ മാസ്റ്റർ, കോൺക്ലേവിൽ അദ്ദേഹത്തെ സഹായിക്കാൻ തെരഞ്ഞെടുത്ത അധ്യക്ഷൻ, പേപ്പൽ സങ്കീർത്തിയിൽ നിയമിക്കപ്പെട്ട 2 അഗസ്തീനിയൻ സന്യാസിമാർ, ഡോക്ടർ, നഴ്സുമാർ, അപ്പസ്തോലിക് കൊട്ടാരത്തിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഭക്ഷണത്തിനും സേവനങ്ങൾക്കും ശുചീകരണത്തിനും ഉത്തരവാദികളായ ജീവനക്കാർ, സാങ്കേതിക സേവന ജീവനക്കാർ, കാസ സാന്ത മാർത്തയിൽ നിന്ന് അപ്പസ്തോലിക് കൊട്ടാരത്തിലേക്ക് വോട്ടർമാരെ കൊണ്ടുപോകുന്നതിന് ഉത്തരവാദികളായവർ, സിസ്റ്റൈൻ ചാപ്പലിന് സമീപം നിരീക്ഷണത്തിന് നിയോഗിക്കപ്പെട്ട പൊന്തിഫിക്കൽ സ്വിസ് ഗാർഡിലെ കേണലും മേജറും, വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ സുരക്ഷാ സേവനങ്ങളുടെയും സിവിൽ പ്രൊട്ടക്ഷന്റെയും ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ചില സഹകാരികൾ എന്നിവരാണ് സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലിയത്. സത്യപ്രതിജ്ഞയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് ചടങ്ങ് നടന്നത്. ശേഷം കർദിനാൾ ഫാരലിന്റെ സാന്നിധ്യത്തിൽ രേഖകളിൽ ഇവർ ഒപ്പുവെച്ചു. മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗുമായും സൂക്ഷ്മ പരിശോധനയുമായും നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ രഹസ്യം നിലനിർത്തുമെന്ന ഗൗരവമേറിയ വാഗ്ദാനം സത്യപ്രതിജ്ഞയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള വിലക്കും സത്യപ്രതിജ്ഞാ വേളയിൽ ഇവർ ഉറപ്പു നൽകി. മാർപ്പാപ്പ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ രഹസ്യ സ്വഭാവത്തിനും പവിത്രതയ്ക്കും യോജിച്ച വിധം സഭയുടെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നതാണ് എല്ലാ സഹായ ഉദ്യോഗസ്ഥരും എടുത്ത സത്യപ്രതിജ്ഞയെന്ന് ആഗോളതലത്തിൽ നിരീക്ഷിക്കപ്പെടുന്നു.